എമ്പുരാൻ. ഇന്നലത്തെ ഡീഗ്രേഡർമാർ ഇന്നത്തെ സ്തുതിപാഠകനും, ഇന്നലത്തെ സ്തുതിപാഠകന്മാർ ഇന്നത്തെ ഡീഗ്രേഡറുമായ ഒരു ഇലൂമിനാട്ടിയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. കഴിഞ്ഞ ദിവസം വരെ ഈ എമ്പുരാൻ, അതായത് എമ്പുരാൻ പുറത്തിറങ്ങുന്നത് വരെ എമ്പുരാനെ പൊക്കി പറഞ്ഞവരും അല്ലെ ഉയർത്തി പറഞ്ഞവരും ഒക്കെ അത് പുറത്തിറങ്ങിയ ശേഷം പ്ലേറ്റ് മാറ്റുന്ന അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒരു നിലപാടൊക്കെ മാറ്റുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ ഇറങ്ങി അത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദമാകുന്നത് സമീപകാലങ്ങളിൽ ചുരുക്കമായിട്ടാണ്. എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ആസ്വാദകരുടെ ഒരു അഭിപ്രായം എന്നതിലപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയിലൊക്കെ കടന്നിരിക്കുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങളുടെ ഇടയിലൂടെ എമ്പുരാൻ സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സിനിമയുടെ ഈ ഒരു ഉള്ളടക്കത്തെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വേർതിരിവൊക്കെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ, ഖുറൈഷി അബ്രാം ആണോ കൂടുതൽ കിടിലം? ഇതെല്ലാം ലൂസിഫർ അല്ല എമ്പുരാനാണോ നാഴികക്കല്ല് എന്ന് നിശ്ചയിക്കപ്പെടുമോ? അതോ മമ്മൂട്ടിയാണോ, അമീർ ഖാൻ ആണോ ഈ ബാഹുബലിയുടെയും RRന്റെയും KGFന്റെയും ഒക്കെ റെക്കോർഡുകൾ തകരുമോ? രോമാഞ്ചത്തിന്റെ 3 മണിക്കൂറുകളൊക്കെ മോഹൻലാൽ ആരാധകർക്ക് ഉണ്ടായോ? എന്നിങ്ങനെയൊക്കെയായിരുന്നു ആ സിനിമ റിലീസ് ആകുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടപ്പോ കേരളത്തിലെ സൈബർ സിനിമ സർക്കിളുകളിൽ ഉയർന്നത് ഈ ഒരു ചർച്ചകളൊന്നുമല്ല, മറിച്ച് ഈ സിനിമ രാഷ്ട്രീയപരമായിട്ടുള്ള പല നിലപാടുകളിലേക്കും ചില രാഷ്ട്രീയത്തെ കൂടുതലായി ഊന്നി പറയുന്നു എന്നും, അത് മാത്രമല്ല ഇപ്പൊ കൂടാതെ സംവിധായകൻ പൃഥ്വിരാജിന് IS ബന്ധമുണ്ടോ എന്ന് പോലും പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടൊക്കെയാണ് ഇപ്പോ ചർച്ച ഉയർന്നത് തന്നെ. അതായത് 23 വർഷങ്ങൾക്ക് മുമ്പ് 2002 ഫെബ്രുവരി 28, മാർച്ച് 1, 2, 3 ഈ ദിവസങ്ങളിൽ ഗുജറാത്തിൽ അരങ്ങേറിയ വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ മുഖ്യധാരയിലെ ഒരു സിനിമ തയ്യാറായി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ചർച്ചയ്ക്ക് കാരണമായി മാറിയത്. ഈ ബോക്സ് ഓഫീസിൽ എമ്പുരാൻ ചരിത്രമാകുമോ, സിനിമ ആരാധകർക്ക് പൂർണ്ണ സംതൃപ്തി നൽകിയോ, ഇതൊന്നും അല്ല ഇപ്പൊ പ്രസക്തമല്ലാത്ത തരത്തിൽ ഈ സിനിമ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയാം. അതെ, അതായത് ഈ കഥയെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഭരിക്കുന്ന ഇടതുപക്ഷം, പ്രതിപക്ഷം, പിന്നെ ഈ രണ്ടു കൂട്ടരും, ഈ ജനപിന്തുണ കുറഞ്ഞവര്, നമ്മുടെ നാട്ടിൽ വലിയ പേരില്ലാത്ത BJP ദേശീയ ഭരണത്തിന്റെ ബലത്തിൽ നടത്തുന്ന ശ്രമങ്ങളും അതിലേക്ക് എത്തിച്ചേർന്ന ഒരു ദേശീയ ക്രിമിനലും ഇതിലെല്ലാം ഇടപെടുന്ന അന്താരാഷ്ട്ര അധോലോകക്കാരനുമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗണേഷ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കണമെന്ന് K ഗണേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജ് സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്നാണ് K ഗണേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാണിക്കുന്നത്. നമുക്കറിയാം പൃഥ്വിരാജ് എന്ന നടൻ, അദ്ദേഹം ഒരു നടൻ എന്നതിലുപരി ചില രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ, അത് വലിയ രീതിയിലാണ് അന്ന് വിവാദമായത്. അപ്പൊ പൃഥ്വിരാജിന്റെ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ചിലരെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്, ചിലരെയൊക്കെ അത് അദ്ദേഹത്തെ വിമർശിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ സിനിമയും കൂടി വന്നതോടെ അത് കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുകയാണ്, ഒരു വിമർശനമൊക്കെ വീണ്ടും ഒന്ന് ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് K ഗണേഷ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മാത്രമല്ല, കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായി സംശയിക്കണമെന്നും K ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. അതായത് എമ്പുരാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടക്കുന്ന ഒരു ചർച്ചാ വിഷയങ്ങൾ, വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ K ഗണേഷ് ഇത്തരത്തിൽ IS ബന്ധമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം എന്ന തരത്തിലൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വിശദമായി ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ
എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനും പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ്. വെള്ളപൂശുന്നു എന്നാണ് പറയുന്നത്. തീവ്രവാദത്തെ വെള്ളപൂശുന്നു എന്നാണ് കെ ഗണേഷ് ചൂണ്ടിക്കാട്ടുന്നത്. ജോർദാനിലാണ് ഈ ആടുജീവിതത്തിന്റെ ഷൂട്ടൊക്കെ നടന്നത്. അപ്പോ അദ്ദേഹം ആരൊക്കെയായിട്ടാണ് അവിടെ സമ്പർക്കം പുലർത്തിയിരുന്നത്, ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൊറോണ കാലത്തെ ആ ഒരു അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളോടെ പ്രചരിപ്പിക്കുന്നത് ന്യായമായും സംശയിക്കണമെന്നൊക്കെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം അന്വേഷിക്കണം. ബഹിഷ്കരിക്കാനല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാം എന്നൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടയിലൊക്കെ ഈ എമ്പുരാൻ സിനിമ തങ്ങൾക്ക് ദോഷമുണ്ടാക്കിയ വിലയിരുത്തലാണ് ഈ BJP കേന്ദ്ര നേതൃത്വം ഈ ഒരു എത്തിയ സാഹചര്യം. ശരിക്കും BJPയുടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് BJP കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വേണ്ട, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നിർത്താം, ആ ഒരു രീതിയിൽ എത്തി എന്നൊക്കെ വിവരങ്ങളുണ്ട്. സിനിമയുടെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിക്കും വിടുക എന്ന ഒരു നിലപാടിൽ നിൽക്കുന്ന BJP നേതാക്കന്മാരുമുണ്ട്. പക്ഷെ മറ്റു ചിലരാകട്ടെ, ഇപ്പോൾ മുതിർന്ന RSS നേതാവ് A. ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, ഈ സിനിമ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടതു ജിഹാദി നീക്കമാണ് എന്നതടക്കമുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ് NIA പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നതടക്കമുള്ള ചോദ്യം ജയകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഭാരതീയ സൈന്യത്തിന്റെ ഭാഗമായി ഇനി തുടരരുത് എന്ന് സംവിധായകൻ രാമസിംഹൻ പരാമർശിച്ചിരിക്കുകയാണ്. അതായത് തീർത്തും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമയെ എന്ന് വിശേഷിപ്പിക്കുന്നതിനൊപ്പം അതിലെ നടന്മാരെയും കൂടി അവർ ഇത്തരത്തിൽ, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ കേണൽ പദവി എന്ന് പറയുന്നത് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പദവി തന്നെയാണ്. അത് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിന് അദ്ദേഹം അർഹനല്ല എന്ന രീതിയിൽ വരെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തങ്ങൾക്ക് ദോഷമുണ്ടാക്കി എന്നാണ് ഈ BJP കേന്ദ്ര നേതൃത്വം ഇതുവരെ എത്തിയിട്ടുള്ള ഒരു നിലപാടെന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കുമോ എന്നൊരു ആശങ്കയൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. കാരണം BJP ക്യാമ്പുകൾ എമ്പുരാനെതിരെ നടത്തുന്ന വ്യാപക പ്രചരണം നിർത്തണമെന്ന് മോഹൻലാൽ രാജീവ് ചന്ദ്രശേഖരനോട് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. BJP യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ താനും ലാലും തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതെ, ഒരു സ്ഥാനമാനവും അത്ര എളുപ്പം കളഞ്ഞു കുളിക്കുന്ന ഒരാളല്ല മോഹൻലാൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും പൃഥ്വിരാജിന്റെ സിനിമയിൽ അഭിനയിച്ച് മോഹൻലാൽ അബദ്ധത്തിൽ ചാടിയത് എങ്ങനെയാണ് എന്നാണ് ആരാധകർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന് ശരിക്കും ഒരു അടിസ്ഥാനമില്ല. കാരണം ഒരു നടനോട് അതിന്റെ പ്രമേയം, അല്ലെങ്കിൽ ഈ ചിത്രം എന്ത് പറയുന്നു, അതിന്റെ ഇതിവൃത്തം, അതിന്റെ തിരക്കഥ എല്ലാം അവതരിപ്പിച്ച ശേഷം മാത്രമല്ലേ ആ നടൻ ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാവുകയുള്ളൂ, അല്ലെ? അപ്പൊ ഇത് അബദ്ധത്തിൽ ചാടിച്ചു എന്നൊക്കെ പറയുന്ന ന്യായങ്ങളോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാം കഥയും തിരക്കഥയും ഇതിവൃത്തവും പ്രമേയവും എന്ത് ചർച്ച ചെയ്യുന്നു, ഏത് രീതിയിലാണ്, എല്ലാം അറിഞ്ഞിട്ടാണ് അദ്ദേഹം അതിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അബദ്ധത്തിൽ ചാടിച്ചു എന്ന വാദം അബദ്ധത്തിൽ ചാടിയോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്. അപ്പൊ ഇതിനു മുൻപ് താരസംഘടനയായ അമ്മ പിരിച്ചുവിടാനുള്ള മോഹൻലാലിന്റെ തീരുമാനം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാർ നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം ലഫ്റ്റനന്റ് കേണൽ പദവിയുടെ അധികാരത്തെയും മഹത്വത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള മോഹൻലാല് ഇക്കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. താൻ രാജിവെക്കുന്നതിൽ ഇതിനോടൊപ്പം തന്നെ അമ്മയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ അദ്ദേഹം തീരുമാനിച്ചത് തനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടാകാനിടയുള്ള എല്ലാ പ്രതിസന്ധികളെയും അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ പദവി ഇരിക്കുന്ന ആൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു സംഘടന എന്ന ആരോപണം വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ മോശമാകും. അപ്പോ ഇനി സ്വയം ആരോപണം നേരിടേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഒന്നും പറയാതെ പിന്മാറുന്നതാണ് ഉചിതമെന്നൊക്കെ അന്ന് ലാലേട്ടന് തോന്നിയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ആ ഒരു സംഘടനയൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് അത് മാത്രമല്ല താൻ രാജിവെക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന കഥാപാത്രത്തെയാണ് എമ്പുരാനിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാകാം അദ്ദേഹം ഈ ഒരു പദവിക്ക് അർഹനല്ല എന്ന തരത്തിലൊക്കെ പലരും ഇപ്പൊ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലിന് ലഫ്റ്റനന്റ് പദവി നൽകിയത് UPA സർക്കാരാണ്. അപ്പോ AK ആന്റണി ആയിരുന്നു അന്നത്തെ പ്രതിരോധ മന്ത്രി. അപ്പോ കോൺഗ്രസ്
ഭരിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു കേണൽ പദവി നൽകിയത്. മോഹൻലാലും ആന്റണിയുമായി മികച്ചൊരു ബന്ധമൊക്കെയാണുള്ളത്, അത് അറിയാവുന്നതാണ്. ഈ ലെഫ്റ്റനന്റ് പദവി ലഭിച്ചാൽ ലാൽ കോൺഗ്രസ്സുകാരനാണെന്ന് പ്രചരണമൊക്കെ ആദ്യ സമയത്തൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ മോഹൻലാലിന് പ്രത്യക്ഷമായ രാഷ്ട്രീയ വിശ്വാസമൊന്നും ഇല്ല എന്നാണ് ഇദ്ദേഹം അടുപ്പമുള്ളവരൊക്കെ പറയുന്നത്. കാരണം മോഹൻലാലിനെ കോൺഗ്രസും BJP-യും ആക്കാൻ വ്യാപകമായ ശ്രമമൊക്കെ നടന്നിരുന്നു ഒരു ടൈമില്. അതേസമയം ഈ NSSുമായി വരെ അദ്ദേഹത്തിന് ബന്ധം പുലർത്തുന്നുണ്ട്. സുകുമാരൻ നായരുമായുള്ള അടുപ്പത്തിന് വർഷങ്ങളെ പഴക്കമാണ് അദ്ദേഹത്തിനുള്ളത്. അതേസമയം ഈ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ BJP-യുമായാണ് ലാൽ അടുപ്പമൊക്കെ പുലർത്തിയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും എമ്പുരാൻ സിനിമ രാഷ്ട്രീയ വിവാദങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ ഈ സിനിമാക്കാര് അല്ലെങ്കിൽ സിനിമാ നടന്മാര്, സിനിമാ നടിമാര് അവര് കലാകാരന്മാരാണ്. അപ്പൊ അവരൊരു രീതിയിൽ പോകുന്നു. ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകും, ചിലരത് പ്രകടിപ്പിക്കും. ഇപ്പൊ മമ്മൂട്ടിയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് നമുക്കറിയാം, അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, BJP രാഷ്ട്രീയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയം പുറത്തു പറയാൻ ആഗ്രഹിക്കുന്ന നടന്മാരുമുണ്ട്, അല്ല തങ്ങളുടെ രാഷ്ട്രീയം പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്തവരുമുണ്ട്. അപ്പൊ അവർക്കൊരു സ്വാതന്ത്ര്യം, ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ച് കലയാണ് അവരുടെ ജീവിതം. അപ്പോൾ അവര് കലാകാരനായിട്ട് അറിയപ്പെടാൻ അല്ലെങ്കിൽ കലാകാരൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ പലപ്പോഴും ഈ കലാകാരന്മാരെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കലാകാരന്മാരെ സംബന്ധിച്ചല്ലേ. എന്തായാലും സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ച് പരസ്യ പ്രതികരണം വേണമെന്ന് BJP തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് സിനിമയ്ക്കെതിരായ പ്രചരണം തുടരുന്നുണ്ട്, ഇപ്പോഴും തുടരുകയാണ്. ഈ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വിവാദങ്ങൾ കനക്കുന്നതിൽ ആഹ്ലാദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വിഭാഗം തന്നെയാണ്. കാരണം എമ്പുരാനെതിരെ BJP പ്രതികരണം നടത്തിയെങ്കിലും വിവാദങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ നീങ്ങുന്നുണ്ട്. അപ്പോ എത്ര തന്നെ ഈ സിനിമയെ എത്രത്തോളം നെഗറ്റീവായിട്ട് കമന്റുകൾ ഉയർന്നു, ആരോപണം ഉയർന്നു, അത്രത്തോളം ആ സിനിമ അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയും ആ സിനിമയുടെ കണ്ടന്റ് എന്താണ് അതിൽ ഇത്ര നെഗറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്ര പോസിറ്റീവായിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ ആരാധകർക്കും ഒരു ആകാംക്ഷ വരും. തീർച്ചയായും ഇതൊക്കെ ഒരു വിപണന തന്ത്രമായിട്ട് തന്നെ നമുക്ക് അവസാനം കാണേണ്ടി വരും. ഈ വിപണന തന്ത്രം ഇതിന് എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് ആ തിരിഞ്ഞു നിൽക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ എമ്പുരാനില് മാസ് എൻട്രി ഉണ്ടോ, അങ്ങനത്തെ പല അതായത് എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എമ്പുരാൻ ഇറങ്ങിയ ശേഷം ഇപ്പോ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ, അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒരു ചർച്ചാ വിഷയമായി തന്നെ ഈ സിനിമ അങ്ങ് മാറിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ഒരിക്കലും വിപണനം അവർക്കത് നേട്ടമാണെങ്കിൽ പോലും അതൊരു വിപണന തന്ത്രമാണ് എന്ന് പറയാൻ, വിപണന തന്ത്രം എന്ന് നമുക്ക് പറയാം, നമ്മളല്ലല്ലോ അത് പറയുന്നത്. ആക്ച്വലി അത് അവർക്ക് ബെനിഫിറ്റ് ആണ്. ഇത്തരത്തിലൊരു ചർച്ച എടുക്കുമ്പോൾ ആ സിനിമയെ അവിടെ വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ മറ്റേതെങ്കിലും സിനിമയെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് ആ സിനിമ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നതെന്ന് വേണം പറയാൻ വേണ്ടി. എന്തായാലും പൃഥ്വിരാജിന്റെ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നും മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ തെറിക്കുമോ, അപ്പോ ഇത്തരത്തിൽ പലതും ഈ ഒരു എമ്പുരാൻ സിനിമ കൊണ്ട് വൻ വിവാദമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും മൂന്നാം ഭാഗം രണ്ടാം ഭാഗത്തിൽ ഇതാണെങ്കിൽ മൂന്നാം ഭാഗത്തിൽ എന്തായിരിക്കും അടുത്ത വിവാദങ്ങളൊക്കെ നമുക്ക്. രണ്ടാം ഭാഗം എന്തായാലും അതിന്റെ ഓളം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഓളം എവിടെ ചെന്ന് നിൽക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഈ ഒരു എമ്പുരാൻ ഇത്രയധികം ചർച്ചാ വിഷയമാകുമ്പോൾ, ഇത്രയധികം വിവാദമാകുമ്പോൾ ഏറ്റവും പ്രധാനം കേരള സ്റ്റോറി ഇറങ്ങിയപ്പോ എന്ത് വിവാദമായിരുന്നു അല്ലെ. വലിയ രീതിയിലുള്ള വിവാദങ്ങളായതാണ്. അതിനെയും അനുകൂലിച്ച് ചിലരും പ്രതികൂലിച്ച് ചിലരും, അങ്ങനെ ഒരു രണ്ട് തട്ടിൽ തിരിഞ്ഞിരുന്നു. എമ്പുരാൻ ഇറങ്ങിയപ്പോഴും സമാനമായിട്ടുള്ള ഒരു അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ആ ഒരു തട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോ ഒരു സിനിമയിലൂടെ എന്തെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അല്ലെ. അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും എമ്പുരാൻ സിനിമ ഇനി ഈ ഒരു ചർച്ച BJP ശരിക്കും ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RSS മുഖപത്രം ഈ സിനിമയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. RSS മുഖപത്രത്തിൽ സിനിമയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് BJPയുടെ ഔദ്യോഗിക പ്രതികരണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈ ഒരു സിനിമയിലൂടെ ഒരു അടി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും അടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ചിലർക്ക് മാത്രം അത് ദഹിക്കുന്നില്ല. അതെ അന്ന്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങൾ എന്താണ് സംഭവിക്കുക, ഈ സിനിമ ഇനിയിപ്പോ ഇതിപ്പോ ഈ തിയേറ്ററിലൊക്കെ എല്ലാവരും പോയി കാണില്ലല്ലോ. ഇനി സാധാരണ തിയേറ്ററിലൊക്കെ പോയി കാണാത്ത ഒരുപാട് പേര് OTT റിലീസൊക്കെ വരുമായിരിക്കും, ഹോട്ട്സ്റ്റാറിലൊക്കെ വരുമായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത പ്രതികരണം എന്താണ്, അതൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ.